മരുഭൂമിയിലെ കപ്പലെന്നറിയപ്പെടുന്ന മൃഗങ്ങളാണ് ഒട്ടകങ്ങൾ. ഒട്ടകങ്ങളില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ വരണ്ട മരുഭൂമികളിൽ മനുഷ്യന് അതിജീവനം സാധ്യമാകുമായിരുന്നില്ല. കരുത്തിൻ്റെ പ്രതീകമായാണ് കുതിരകളെ കണക്കാക്കുന്നത്. പഴയകാല സാമ്രാജ്യങ്ങളുടെ കരുത്ത് പരിശീലനം ലഭിച്ച കുതിരപ്പടകളിലായിരുന്നു. ഐതിഹാസിക യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള കുതിരകൾ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. പല സാമ്രാജ്യങ്ങളുടെയും ഉദയത്തിനും അസ്തമയത്തിനും സാക്ഷ്യം വഹിച്ചവരാണവർ. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ മനുഷ്യർ ഒട്ടകങ്ങളെയും കുതിരകളെയും ഇണക്കി വളർത്തുവാൻ ആരംഭിച്ചിരുന്നു. മോട്ടോർ വാഹനങ്ങളൊക്കെ കണ്ടെത്തുന്നതിന് മുൻപ് നമ്മുടെ പൂർവികർ ചരക്ക് നീക്കത്തിനും ഗതാഗതത്തിനുമായി ഈ മൃഗങ്ങളെ ഉപയോഗപ്പെടുത്തിയിരുന്നു. ഒരുപക്ഷെ ഒട്ടകങ്ങളും കുതിരകളുമൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ മനുഷ്യ പുരോഗതി ഇത്ര വേഗം സാധ്യമാകുമായിരുന്നില്ല. ഇന്നത്തെ വീഡിയോയിലൂടെ ഒട്ടകങ്ങളെയും കുതിരകളെയും കുറിച്ച് കൂടുതൽ അറിയാം. ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ്, ഇന്ത്യ, ചൈന, മംഗോളിയ, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലെ വിശാലമായ മരുഭൂമികളിൽ ജീവിക്കുന്ന സസ്തനികളാണ് ഒട്ടകങ്ങൾ. ക്യാമലിഡേ കുടുംബത്തിൽ ഉൾപ്പെടുന്ന ഇവരുടെ ശാസ്ത്രീയ നാമം ക്യാമലസ് ഡ്രോമെഡാരിയസ് എന്നാണ്. ഏകദേശം 50 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഇയോസീൻ കാലഘട്ടത്തിൽ വടക്കേ അമേരിക്കയിലാണ് ഒട്ടകങ്ങളുടെ പൂർവികർ ആദ്യമായി പരിണമിച്ചത്. എന്നാൽ 13,000 വർഷങ്ങൾക്ക് മുൻപ് വടക്കേ അമേരിക്കയിലെ ഒട്ടകങ്ങൾക്ക് വംശനാശം സംഭവിച്ചു. 3 തരം ഒട്ടകങ്ങളാണുള്ളത്: ഡ്രോമെഡറി ക്യാമൽ, ബാക്ട്രിയൻ ക്യാമൽ, വൈൽഡ് ബാക്ട്രിയൻ ക്യാമൽ എന്നിവയാണവ. മിഡിൽ ഈസ്റ്റ്, ദക്ഷിണേഷ്യ, സഹാറ മരുഭൂമി എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന ഒട്ടകങ്ങളാണ് ഡ്രോമെഡറി അഥവാ അറേബ്യൻ ഒട്ടകം. ഒട്ടകങ്ങളിലെ ഏറ്റവും ഉയരം കൂടിയ ഇനമാണിത്. 2 മീറ്ററിലേറെ ഉയരത്തിലും 600 കിലോഗ്രാമിലേറെ ഭാരത്തിലും അവ വളരുന്നു. ഇന്ന് ഭൂമിയിൽ കാണപ്പെടുന്ന ഒട്ടകങ്ങളിൽ 94% അറേബ്യൻ ഒട്ടകങ്ങളാണ്. മധ്യേഷ്യയിലും ബാക്ട്രിയ പ്രദേശത്തും കാണപ്പെടുന്ന ഒട്ടകങ്ങളാണ് ബാക്ട്രിയൻ. ഒട്ടകങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ ഇനമാണിത്. ഒരു ബാക്ട്രിയൻ ഒട്ടകത്തിന് 1000 കിലോഗ്രാമിനടുത്ത് ഭാരമുണ്ടാകും. ഇവയ്ക്ക് മുതുകിൽ 2 ഹമ്പുകൾ അഥവാ 2 മുഴകളുണ്ട്. മംഗോളിയയിലും ചൈനയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിലുമാണ് വൈൽഡ് ബാക്ട്രിയൻ ഒട്ടകങ്ങൾ ജീവിക്കുന്നത്. ബാക്ട്രിയൻ ഒട്ടകത്തിൽ നിന്നുള്ള പ്രത്യേക ഇനമാണിത്. ഇവർ വന്യമായ ഒട്ടകങ്ങളാണ്, അതിനാൽ ഇണക്കി വളർത്താറില്ല. ബാക്ട്രിയൻ ഒട്ടകങ്ങളെപ്പോലെ ഇവയ്ക്കും 2 ഹമ്പുകളുണ്ട്. 1000-ൽ താഴെ വൈൽഡ് ബാക്ട്രിയൻ ഒട്ടകങ്ങളാണ് ഇന്ന് അവശേഷിക്കുന്നത്. ചെറിയ വാൽ, നീളമുള്ള മെലിഞ്ഞ കാലുകൾ, നീളമുള്ള കഴുത്ത് എന്നിവ ഒട്ടകങ്ങളുടെ പ്രധാന ശാരീരിക പ്രത്യേകതകളാണ്. വരണ്ട മരുഭൂമിയിലെ അതിജീവനത്തിന് അനുയോജ്യമായ ശരീരഘടനയാണ് ഒട്ടകങ്ങളുടേത്. തവിട്ട്, കറുപ്പ്, ക്രീം, വെള്ള തുടങ്ങിയ നിറങ്ങളിലുള്ള രോമങ്ങൾ നിറഞ്ഞ ശരീരമാണ് ഒട്ടകങ്ങൾക്കുള്ളത്. ഒട്ടകങ്ങൾക്ക് 2 ലെയർ രോമങ്ങളുണ്ട്: ഗാർഡ് ഹെയർ, അണ്ടർകോട്ട് എന്നിവയാണവ. ഗാർഡ് ഹെയർ എന്നത് പുറംതൊലിയിലെ സംരക്ഷിത രോമമാണ്. ഗാർഡ് ഹെയറിന് അടിയിലാണ് അണ്ടർകോട്ട് എന്ന 2ാമത്തെ ലെയർ രോമമുള്ളത്. പകൽ സമയത്തെ സൂര്യനിൽ നിന്നുള്ള കഠിനമായ ചൂടിൽ നിന്ന് സംരക്ഷണം നൽകുന്നതോടൊപ്പം രാത്രികളിലെ തണുത്ത കാലാവസ്ഥയിൽ നിന്നും രോമങ്ങൾ അവരെ സംരക്ഷിക്കുന്നു. ഒട്ടകങ്ങളുടെ കണ്ണും മൂക്കും വരണ്ട പ്രദേശങ്ങളിൽ ജീവിക്കുവാൻ അനുയോജ്യമാണ്. നീളമുള്ള കൺപീലികളോട് കൂടിയ കൺപോളകൾ ഉള്ളതിനാൽ ഒട്ടകങ്ങളുടെ കണ്ണുകളിലേക്ക് പൊടി കയറുന്നത് തടയപ്പെടുന്നു. ഒട്ടകങ്ങൾക്ക് അവരുടെ നാസികാദ്വാരം അടച്ചു വയ്ക്കുവാൻ സാധിക്കും. ഇത് മൂക്കിനുള്ളിലേക്ക് മണൽ കയറുന്നത് തടയുന്നു. നീളമുള്ള കാലുകളാണ് ഒട്ടകങ്ങൾക്കുള്ളത്. മണലിൽ നടക്കുമ്പോൾ താഴ്ന്നു പോകാത്ത തരത്തിലുള്ള കാൽപാദങ്ങളും ഇവരുടെ പ്രത്യേകതയാണ്. 2 വിരലുകളും മൃദുവായ പാഡുകളുമുള്ള വീതിയേറിയ കാൽപാദങ്ങളാണ് ഒട്ടകങ്ങൾക്കുള്ളത്. ഇത് ഒരു സ്നോ ഷൂ പോലെ പ്രവർത്തിക്കുന്നു. അതിനാൽ മണലിൽ കാൽ താഴ്ന്നു പോകാതെ എളുപ്പത്തിൽ നടക്കുവാൻ ഒട്ടകങ്ങൾക്ക് സാധിക്കുന്നു. മണിക്കൂറിൽ 65 കിലോമീറ്റർ വരെ വേഗതയിൽ ഓടുവാനും ഇവർക്ക് സാധിക്കും.
ഒട്ടകങ്ങളുടെ ഏറ്റവും പ്രധാന സവിശേഷത മുതുകിലെ മുഴ പോലുള്ള ഭാഗമാണ്. അറേബ്യൻ ഒട്ടകത്തിന് 1, ബാക്ട്രിയൻ, വൈൽഡ് ബാക്ട്രിയൻ എന്നിവയ്ക്ക് 2 വീതം മുഴകളുമുണ്ട്. മരുഭൂമികളിൽ ഭക്ഷണ ലഭ്യത കുറവാണ്. അതിനാൽ ഭക്ഷണം ലഭ്യമാകുന്ന സമയത്ത് ഒട്ടകങ്ങൾ അമിതമായി ഭക്ഷിക്കുന്നു. ഇതിലൂടെ ശരീരത്തിലേക്ക് അധികമായെത്തുന്ന കൊഴുപ്പ് സംഭരിക്കപ്പെടുന്നത് ഈ മുഴകളിലാണ്. ഭക്ഷണവും വെള്ളവും ലഭ്യമല്ലാത്തപ്പോൾ ഊർജ സ്രോതസ്സായി ഈ കൊഴുപ്പിനെ ഉപയോഗപ്പെടുത്തുന്നു. കൊഴുപ്പ് സംഭരിക്കപ്പെടുന്ന സമയത്ത് ഹമ്പുകൾ നല്ല വലിപ്പത്തിൽ കാണപ്പെടുന്നു. എന്നാൽ കാര്യമായ ഭക്ഷണമൊന്നും ലഭിക്കാതിരിക്കുമ്പോൾ ഹമ്പുകൾ ചുരുങ്ങുന്നു. ജലമില്ലാതെ ഒരാഴ്ച വരെ മരുഭൂമിയിൽ അതിജീവിക്കുവാൻ ഒട്ടകങ്ങൾക്ക് കഴിയും. എന്നാൽ ഭക്ഷണം ലഭിക്കുകയാണെങ്കിൽ 10 മാസം വരെ ജലമില്ലാതെ ജീവൻ നിലനിർത്തുവാൻ ഒട്ടകങ്ങൾക്ക് സാധിക്കും. ഒട്ടകങ്ങൾക്ക് വളരെ കുറച്ച് വിയർപ്പ് ഗ്രന്ഥികളേയുള്ളൂ. അതിനാൽ വളരെ സാവധാനത്തിൽ മാത്രമേ ശരീരത്തിൽ നിന്ന് ജലം നഷ്ടപ്പെടുകയുള്ളൂ. ഒട്ടകങ്ങൾ വളരെ കുറച്ച് മാത്രം മൂത്രം ഉൽപ്പാദിപ്പിക്കുന്നു. മൂത്രത്തിൽ ജലാംശം വളരെ കുറവാണ്. കട്ടിയുള്ള ഒരു സിറപ്പ് പോലെയാകും അത് കാണപ്പെടുക. മൂത്രത്തിലൂടെയുള്ള ജലനഷ്ടം കുറയ്ക്കുവാൻ ഇത് സഹായിക്കുന്നു. ഒട്ടകങ്ങളുടെ വിസർജ്യം ഉണങ്ങിയതാണ്. ഇത് ജലനഷ്ടം പരമാവധി കുറയ്ക്കുന്നു. ഒട്ടകങ്ങൾക്ക് സവിശേഷമായ ഓവൽ ആകൃതിയിലുള്ള ചുവന്ന രക്താണുക്കളുണ്ട്. ഇവർക്ക് നിർജ്ജലീകരണം സംഭവിച്ചാലും രക്തം കട്ടിയായാലും രക്തം സുഗമമായി ഒഴുകുവാൻ ഈ രക്താണുക്കളുടെ പ്രവർത്തനം സഹായകരമാകുന്നു. ഇത്തരം സവിശേഷതകൾ കാരണം ഇവർക്ക് കഠിനമായ മരുഭൂമിയിൽ അതിജീവിക്കുവാൻ കഴിയുന്നു. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അനുകൂലമായ കാലാവസ്ഥയല്ല മരുഭൂമികളിലേത്. എങ്കിലും ചിലയിനം മുൾച്ചെടികളും മരങ്ങളുമെല്ലാം ഇവിടെ വളരുന്നുണ്ട്. ഇത്തരം സസ്യങ്ങളാണ് ഒട്ടകങ്ങളുടെ ആഹാരം. ഉപ്പുരസമുള്ള ചെടികളും അവർക്ക് പ്രിയങ്കരമാണ്. മനുഷ്യർ വളർത്തുന്ന ഒട്ടകങ്ങൾ ധാന്യങ്ങളും കഴിക്കാറുണ്ട്. അയവിറക്കുന്ന മൃഗങ്ങളാണ് ഒട്ടകങ്ങൾ. അതായത് ഒരിക്കൽ കഴിച്ച ഭക്ഷണം വയറ്റിൽ നിന്ന് തിരിച്ചെടുത്ത് ചവയ്ക്കുന്നു. ദഹനത്തെ എളുപ്പമാക്കുന്നതിന് വേണ്ടിയാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത്. കന്നുകാലികൾ, മാൻ, ആടുകൾ, ഗസൽ, ജിറാഫുകൾ തുടങ്ങിയ മൃഗങ്ങളൊക്കെ ഇത്തരത്തിൽ അയവിറക്കുന്നവരാണ്. ഇത്തരം സസ്തനികൾക്ക് ആമാശയത്തിൽ ഒന്നിലേറെ അറകൾ ഉണ്ടായിരിക്കും. ധാരാളം ഭക്ഷണം കഴിക്കുന്നവരാണ് ഈ കൂട്ടർ. കൂടാതെ വളരെ വേഗതയിലാണ് ഇവർ ഭക്ഷണം കഴിക്കുക. എന്നാൽ ഭക്ഷണത്തെ തൽക്ഷണം വിഘടിപ്പിക്കുവാൻ കഴിയുന്ന ദഹന എൻസൈമുകൾ ഉൽപ്പാദിപ്പിക്കുവാൻ ഇവർക്ക് കഴിയില്ല. ഇവർ കഴിക്കുന്ന ഭക്ഷണം ആമാശയത്തിലെ റുമെയിൻ എന്ന അറയിലേക്ക് എത്തുന്നു. ഈ അറയിലുള്ള സൂക്ഷ്മജീവികൾ സസ്യവസ്തുക്കളെ പുളിപ്പിച്ച് ദഹിപ്പിക്കുവാൻ കഴിയുന്ന സംയുക്തങ്ങളാക്കി മാറ്റുന്നു. ഈ പ്രക്രിയ ഫൊർഗട്ട് ഫെർമെന്റേഷൻ എന്നറിയപ്പെടുന്നു. റുമെയിനിൽ രൂപപ്പെട്ട ഈ സെമി ഡീഗ്രേഡഡ് ആയ സസ്യഭാഗങ്ങളെ കഡ് എന്ന് വിളിക്കുന്നു. ദഹനം എളുപ്പമാക്കുന്നതിന് വേണ്ടി ഈ കഡിനെ തികട്ടി വായയിലേക്ക് തിരികെ കൊണ്ടുവന്ന് വീണ്ടും ചവയ്ക്കുന്നു. ഇത് റുമിനേഷൻ എന്നറിയപ്പെടുന്നു. അതിനാൽ ഈ മൃഗങ്ങൾ പൊതുവെ റുമിനൻറ്റുകൾ എന്നറിയപ്പെടുന്നു. റുമിനൻറ്റ് എന്ന വാക്ക് ലാറ്റിൻ പദമായ റുമിനാരിൽ നിന്നാണ് വന്നത്. അതിനർത്ഥം വീണ്ടും ചവയ്ക്കുക എന്നതാണ്. റുമിനൻറ്റുകൾ റൂമിനൻറ്റിയ എന്ന ഉപവിഭാഗത്തിൽ ഉൾപ്പെടുന്നു. ഇത്തരം ദഹനവ്യവസ്ഥയെ പോളിഗാസ്ട്രിക് ദഹനവ്യവസ്ഥ എന്ന് പറയുന്നു. അയവിറക്കുന്നവരാണെങ്കിലും ഒട്ടകങ്ങൾ യഥാർത്ഥ റുമിനൻറ്റുകളല്ല. അവർ ടൈലോപോഡ എന്ന ഉപവിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. റുമിനൻറ്റുകളുടെ ആമാശയത്തിന് 4 അറകൾ ഉണ്ടായിരിക്കും. റുമെയിൻ, റെറ്റിക്കുലം, ഒമാസം, അപോമാസം എന്നിവയാണ് ആ 4 അറകൾ. എന്നാൽ ഒട്ടകത്തിൻ്റെ ആമാശയത്തിന് 3 അറകൾ മാത്രമേയുള്ളൂ. അതായത് ഒമാസം എന്ന അറ അവർക്കില്ല. അതുകൊണ്ട് ഒട്ടകങ്ങളെ സ്യൂഡോ റുമിനൻറ്റുകൾ എന്നാണ് വിളിക്കുന്നത്. ഒട്ടകങ്ങൾ കൂട്ടമായി ജീവിക്കുന്ന സാമൂഹിക മൃഗങ്ങളാണ്. ആണും പെണ്ണും അവരുടെ കുഞ്ഞുങ്ങളും അടങ്ങുന്നതാണ് ഒരു ഒട്ടകക്കൂട്ടം. ഒട്ടകങ്ങളുടെ ഈ കൂട്ടത്തെ കാരവാൻ, ഫ്ലോക്ക് എന്നൊക്കെ വിളിക്കാറുണ്ട്. ആൺ ഡ്രോമെഡറി ഒട്ടകത്തിന് തൊണ്ടയിൽ ഡുള്ള എന്ന് വിളിക്കപ്പെടുന്ന ഒരവയവമുണ്ട്. പെണ്ണൊട്ടകങ്ങളെ ആകർഷിക്കുന്നതിനായി ഇത് വായിൽ നിന്ന് പുറത്തേക്കിടുന്നു. വീർത്ത പിങ്ക് നിറത്തിൽ കാണപ്പെടുന്ന ഇതിന് നാവിനോട് സാമ്യമുണ്ട്. 13 മാസത്തോളമാണ് ഒട്ടകങ്ങളുടെ ഗർഭകാലം. പ്രസവ സമയം അടുക്കുന്നതോടെ പെണ്ണൊട്ടകം താൽക്കാലികമായി ഗ്രൂപ്പ് ഉപേക്ഷിച്ച് പുറത്തേക്ക് വരികയും
പ്രസവിക്കുന്നതിനായി സുരക്ഷിതമായ സ്ഥലം കണ്ടെത്തുകയും ചെയ്യുന്നു. ഒരു പ്രസവത്തിൽ സാധാരണയായി ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നു. അപൂർവമായി ഇരട്ടകൾക്കും ജന്മം നൽകാറുണ്ട്. കുഞ്ഞിന് 40 കിലോഗ്രാമിനടുത്ത് ഭാരമുണ്ടാകും. ജനന സമയത്ത് ഒട്ടക കുഞ്ഞുങ്ങൾക്ക് ഹമ്പുകൾ ഉണ്ടാവില്ല. മുലകുടി മാറി അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഹമ്പുകൾ വികസിക്കുന്നത്. അതിന് 1 വർഷത്തോളം സമയം ആവശ്യമാണ്. എന്നാൽ ഹമ്പുകൾ എവിടെയാണ് വരുന്നതെന്ന് നേരത്തെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഹമ്പുകൾ വരുന്ന ഭാഗത്ത് ചുരുണ്ട രോമങ്ങൾ കാണുവാൻ സാധിക്കും. പ്രസവം കഴിഞ്ഞ് 2 ആഴ്ചയ്ക്ക് ശേഷം അമ്മയും കുഞ്ഞും കൂട്ടത്തിലേക്ക് മടങ്ങുന്നു. 3 മാസം കഴിയുന്നതോടെ കുഞ്ഞുങ്ങൾ പുല്ല് തിന്നാൻ തുടങ്ങുന്നു. 10 മുതൽ 18 മാസം വരെ അമ്മ കുഞ്ഞുങ്ങളെ പാലൂട്ടുന്നു. വളർന്ന് ശക്തരാകുന്നത് വരെ കുഞ്ഞുങ്ങളെ അമ്മ സംരക്ഷിക്കുന്നു. 50 വർഷമാണ് ഒട്ടകങ്ങളുടെ ശരാശരി ആയുസ്. ഒട്ടകങ്ങളെ വളർത്തുമൃഗങ്ങളായി ഉപയോഗിക്കാൻ തുടങ്ങിയത് 5000 വർഷങ്ങൾക്ക് മുൻപാണ്. ശാന്തമായ സ്വഭാവമുള്ള ഇവരെ വളരെ എളുപ്പത്തിൽ ഇണക്കി വളർത്താൻ കഴിയും. ഭൂമിയിലെ കഠിനമായ പ്രദേശങ്ങളിലൂടെ ചരക്കുകളെയും ആളുകളെയും കൊണ്ടുപോകാൻ ഒട്ടകങ്ങൾ ഉപയോഗപ്രദമായിരുന്നു. കനത്ത ഭാരം വഹിക്കുവാനുള്ള കഴിവ്, ഭക്ഷണവും വെള്ളവുമില്ലാതെ കഠിനമായ മരുഭൂമിയിൽ ജീവിക്കുവാനുള്ള കഴിവ് എന്നിവ കൊണ്ടാണ് ഇവരെ വളർത്തുമൃഗങ്ങളാക്കി മാറ്റിയത്. മരുഭൂമികളിലെ പഴയകാല കച്ചവട സംഘങ്ങളുടെ ഗതാഗത ഉപാധിയായിരുന്നു ഒട്ടകങ്ങൾ. കൂടാതെ പാലിനും മാംസത്തിനും തുകലിനും വേണ്ടി അവരെ വളർത്തിയിരുന്നു. വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി അവരുടെ തുകലും രോമങ്ങളും ഉപയോഗിച്ചിരുന്നു. മരുഭൂമികളിലെ യുദ്ധങ്ങളിലും ഒട്ടകങ്ങളുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ഒട്ടകങ്ങളില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഭൂമിയിലെ ചില നാഗരികതകൾക്കും സാമ്രാജ്യങ്ങൾക്കും മനുഷ്യർക്കും മരുഭൂമികളിൽ അതിജീവനം സാധ്യമാകുമായിരുന്നില്ല. മനുഷ്യനാഗരികതയിൽ കുതിരകൾ മായാത്ത മുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യനുമായി ഏറ്റവും അടുപ്പമുള്ള ജീവികളിലൊന്നാണ് കുതിര. ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യർ അവരെ ഇണക്കി വളർത്തുന്നു. ആധുനിക വാഹനങ്ങളൊക്കെ കണ്ടെത്തുന്നതിന് മുൻപ് നമ്മുടെ പൂർവികർ ചരക്ക് നീക്കത്തിനും ഗതാഗതത്തിനും കുതിരകളെ ഉപയോഗപ്പെടുത്തിയിരുന്നു. യുദ്ധങ്ങളിലും കുതിരകൾക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. ഒട്ടകങ്ങളുടെ ഉത്ഭവത്തിന് സമാനമായി 50 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഇയോസീൻ കാലഘട്ടത്തിൽ വടക്കേ അമേരിക്കയിലാണ് കുതിര കുടുംബം ആദ്യമായി പരിണമിച്ചത്. ഇക്യുഡെ എന്ന കുടുംബത്തിലാണ് കുതിരകൾ ഉൾപ്പെടുന്നത്. ഇക്വസ് കാബല്ലാസ് എന്ന ശാസ്ത്രീയ നാമത്തിലാണ് ഇവർ അറിയപ്പെടുന്നത്. 350-ലധികം വ്യത്യസ്ത ഇനം കുതിരകൾ ഇന്ന് നിലവിലുണ്ട്. നീളമുള്ള കഴുത്ത്, മെലിഞ്ഞ ശരീരം, വലിയ കണ്ണുകളും ചെവികളും, കുളമ്പുകളോട് കൂടിയ നീളമുള്ള കാലുകൾ, പരുക്കൻ രോമങ്ങളാൽ മൂടപ്പെട്ട ചെറിയ വാൽ എന്നിവ ഇവരുടെ ശാരീരിക പ്രത്യേകതകളാണ്. തവിട്ട്, കറുപ്പ്, വെള്ള തുടങ്ങിയ നിറങ്ങളോട് കൂടിയ രോമാവൃതമായ ശരീരമാണ് ഇവർക്കുള്ളത്. 400 മുതൽ 1000 കിലോഗ്രാം വരെയാണ് ഇവരുടെ ശരാശരി ഭാരം. ഇനം, പ്രായം, ആരോഗ്യം എന്നിവയെ ആശ്രയിച്ച് കുതിരകളുടെ ഭാരം വ്യത്യാസപ്പെടാം. കുതിരകളുടെ ഉയരം അളക്കുന്നത് ഹാൻഡ് എന്ന യൂണിറ്റ് ഉപയോഗിച്ചാണ്. ഒരു ഹാൻഡ് എന്നത് ഏകദേശം 10 സെന്റിമീറ്റർ അല്ലെങ്കിൽ 4 ഇഞ്ചിന് തുല്യമാണ്. അർജന്റീനിയൻ ബ്രീഡായ ഫലബെല്ലയാണ് ഏറ്റവും ചെറിയ കുതിര ഇനം. 8 ഹാൻഡ്സ് അല്ലെങ്കിൽ 32 ഇഞ്ചാണ് ഇവയുടെ ശരാശരി ഉയരം. ഷെയർ, ബെൽജിയൻ ഡ്രാഫ്റ്റ് എന്നിവ ഏറ്റവും വലിപ്പമേറിയ കുതിര ബ്രീഡുകളിൽ ഉൾപ്പെടുന്നവയാണ്. ഈ ഇനം കുതിരകൾ 20 ഹാൻഡ്സിലേറെ ഉയരത്തിൽ വളരും. ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വലിയ കുതിര ഷെയർ ഇനത്തിൽ നിന്നുള്ള സാംപ്സൺ എന്ന ആൺകുതിരയാണ്. 1846-ൽ ജനിച്ച ഈ കുതിരയ്ക്ക് 21 ഹാൻഡ്സിലേറെ ഉയരവും 1524 കിലോഗ്രാം ഭാരവുമുണ്ടായിരുന്നു. ഗിന്നസ് വേൾഡ് റെക്കോർഡ് പ്രകാരം 2021-ൽ മരിച്ച ബിഗ് ജെയ്ക്ക് എന്ന ബെൽജിയൻ ഇനത്തിൽപ്പെട്ട ആൺകുതിരയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കുതിര. ഇതിന് 20 ഹാൻഡ്സിലേറെ ഉയരമുണ്ടായിരുന്നു. ചെറിയ കാടുകളും പുൽമേടുകളുമാണ് ഇവരുടെ ഇഷ്ട ആവാസ ഇടങ്ങൾ. വ്യത്യസ്തമായ പരിസ്ഥിതികളോട് നന്നായി പൊരുത്തപ്പെടാൻ കുതിരകൾക്ക് കഴിയും. മണിക്കൂറിൽ 70 കിലോമീറ്റർ വരെ വേഗതയിൽ കുതിക്കുവാൻ കുതിരകൾക്ക് സാധിക്കും. തോറോബ്രെഡ് എന്ന കുതിര ഇനമാണ്
ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ കുതിരയിനം. തോറോബ്രെഡ് ഇനത്തിൽപ്പെട്ട വിന്നിംഗ് ബ്രൂ എന്ന പെൺകുതിര 2008 70 km/h വേഗതയിലോടി ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടി. രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വച്ച് ഒരു കുതിരയുടെ ഏറ്റവും ഉയർന്ന റേസ് സ്പീഡാണിത്. പ്രായപൂർത്തിയായ ഒരു ആൺകുതിരയെ സ്റ്റാലിയൻ എന്നും പെൺകുതിരയെ മെർ എന്നും വിളിക്കുന്നു. കുതിരയുടെ ചെവികൾ അവരുടെ തലയ്ക്ക് മുകളിലായി സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് മികച്ച കേൾവിശക്തിയുണ്ട്. മികച്ച രീതിയിൽ ഗന്ധം തിരിച്ചറിയുവാനുള്ള കഴിവ്, മനുഷ്യരെക്കാൾ മികച്ച രാത്രി കാഴ്ച എന്നിവ ഇവരുടെ പ്രത്യേകതകളാണ്. കരയിലെ ഏറ്റവും വലിയ കണ്ണുകളുള്ള സസ്തനികളിലൊന്നാണ് കുതിര. 360 ഡിഗ്രിയിൽ കാഴ്ചകൾ കാണുവാനും ഇവർക്ക് സാധിക്കും. ഒറ്റ കുളമ്പുള്ള സസ്തനികളാണ് കുതിരകൾ. വേഗതയിൽ ഓടുവാൻ ഈ കുളമ്പുകൾ അവരെ സഹായിക്കുന്നു. കുതിരയുടെ കുളമ്പുകളിൽ ഫ്രോഗ് എന്നറിയപ്പെടുന്ന ഒരു രക്തചംക്രമണ സംവിധാനമുണ്ട്. കുളമ്പിന്റെ അടിഭാഗത്ത് ഒരു ത്രികോണം പോലെയാണ് ഇത് കാണപ്പെടുന്നത്. കുതിരകളുടെ എല്ലുകളിലും സന്ധികളിലും സമ്മർദ്ദം കുറയ്ക്കുന്നതിന് പുറമെ തറയുമായി കാലുകൾ സമ്പർക്കം പുലർത്തുമ്പോൾ കുതിരയുടെ കാലുകളിലേക്കും തിരികെ ഹൃദയത്തിലേക്കും രക്തം പമ്പ് ചെയ്യുന്നതിനായി ഇത് സഹായിക്കുന്നു. തുടർച്ചയായുള്ള ഓട്ടം കുതിരകളുടെ കുളമ്പുകൾക്ക് പരിക്കേൽക്കുന്നതിന് കാരണമായി തീരും. ഇത് തടയുന്നതിനായി കുളമ്പുകളിൽ ലാടമടിക്കുന്നു. കുതിരകൾക്കാകെ 205 എല്ലുകളാണുള്ളത്. അതായത് മനുഷ്യനേക്കാൾ ഒരെല്ലു കുറവ്. കൂട്ടമായി ജീവിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ജീവികളാണ് കുതിരകൾ. കുതിരകൾ പരസ്പരം ആശയവിനിമയം നടത്തുന്നത് പ്രധാനമായും ശരീരഭാഷയിലൂടെയാണ്. ഇതിനായി സൂക്ഷ്മവും വ്യക്തവുമായ സിഗ്നലുകൾ അവർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. പുല്ലുകളാണ് ഇവരുടെ പ്രധാന ഭക്ഷണം. പയർവർഗ്ഗങ്ങൾ, കിഴങ്ങുകൾ, പച്ചക്കറികൾ എന്നിവയും ഇവർ അകത്താക്കും. ശരീരവലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ കുതിരയുടെ ആമാശയം ചെറുതായതിനാൽ ഇടയ്ക്കിടെ ഇവയ്ക്ക് വിശപ്പ് അനുഭവപ്പെടും. കുതിരകൾക്ക് നിന്നുറങ്ങുവാൻ കഴിയും. ശത്രു സാന്നിധ്യം മനസ്സിലാക്കിയാൽ പെട്ടെന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് അവർ നിന്നുറങ്ങുന്നത്. നല്ല ബുദ്ധിയുള്ള മൃഗങ്ങളാണ് കുതിരകൾ. കുതിരകൾക്ക് മൂക്കിലൂടെ മാത്രമേ ശ്വസിക്കുവാൻ കഴിയൂ. അവർക്ക് വായിലൂടെ ശ്വസിക്കുവാൻ കഴിയില്ല. ഇത്തരം ശ്വസനത്തെ ഒബ്ലിഗേറ്റ് നാസൽ ബ്രീത്തിങ് എന്ന് പറയുന്നു. 11 മാസമാണ് കുതിരകളുടെ ഗർഭകാലം. ഒരു പ്രസവത്തിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നു. ജനിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഓടാൻ കഴിയുന്ന മൃഗങ്ങളിലൊന്നാണ് കുതിരകൾ. ഒരു കുതിരക്കുഞ്ഞിനെ ഫോൾ എന്ന് വിളിക്കുന്നു. അതൊരു പെൺകുഞ്ഞാണെങ്കിൽ ഫില്ലി എന്നും ആൺകുഞ്ഞാണെങ്കിൽ കോൾട്ട് എന്നും വിളിക്കുന്നു. 25 വർഷമാണ് കുതിരകളുടെ ശരാശരി ആയുസ്. കുതിരകളെ വളർത്തുമൃഗങ്ങളായി ഉപയോഗിക്കാൻ തുടങ്ങിയത് 5000 വർഷങ്ങൾക്ക് മുൻപാണ്. ഭാരം ചുമന്ന് ദീർഘദൂരം സഞ്ചരിക്കാനുള്ള കഴിവും വേഗതയുമാണ് ഇവരെ ജനപ്രിയമാക്കി മാറ്റിയത്. യുദ്ധരംഗത്താണ് ഇവരെ കൂടുതലായി ഉപയോഗിച്ചിരുന്നത്. അക്കാലത്ത് ഒരു സൈന്യത്തിന്റെ കരുത്ത് പരിശീലനം ലഭിച്ച കുതിരകളിലായിരുന്നു. ആധുനിക വാഹനങ്ങളുടെ കടന്നുവരവിന് മുൻപ് ഗതാഗതത്തിനും ചരക്കു നീക്കത്തിനും കുതിരകളെയും കുതിരവണ്ടികളെയും വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. ഇന്നും കുതിരസവാരി ഒരു ആകർഷണം തന്നെയാണ്. കുതിരകളെ ഉപയോഗിച്ചുള്ള ഓട്ടമത്സരങ്ങൾ ഒരു പ്രധാന കായിക വിനോദമാണ്. സവാരിക്കായി കുതിരകളെ പരിശീലിപ്പിക്കുന്നത് ഒരൽപ്പം ശ്രമകരമാണ്. കുതിരയ്ക്കും സവാരിക്കാരനും ദീർഘകാലത്തെ പരിശീലനം ആവശ്യമാണ്. കുതിരകൾ വളരെ വേഗത്തിൽ പ്രതികരിക്കുന്ന മൃഗങ്ങളാണ്. അപകടത്തിന്റെ ആദ്യ സൂചനയിൽ തന്നെ അവ ഓടും. രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ ചവിട്ടുകയോ കടിക്കുകയോ ചെയ്യും. മികച്ച പരിശീലനത്തിലൂടെ അവരെ സുരക്ഷിതമായി കൈകാര്യം ചെയ്യാം. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്തെത്തിക്കുക.